ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ലാബിലേക്ക് സ്വാഗതം. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള പരീക്ഷയ്ക്ക് വരാനുള്ള ലാബുകൾ: ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ്, 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്, 18 ഫങ്ഷൻസ്, 19 ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ്, 31 അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഇതിൽ ആദ്യത്തെ ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ്. ഇവിടെ എയിം ടു കൺസ്ട്രക്ട് ആൻ അപ്ലെറ്റ് to establish geometrically the correspondence of a number and its image under a function. Second, to use this applet to find the images of a numbers under various functions. മൂന്നാമത്തെ പോയിന്റ്, to use an applet to visualize the comparison of a function with an input-output machine. അതിലുള്ള കൺസെപ്റ്റുകൾ: image of a number a under a function f is denoted by f of a. അതുപോലെ തന്നെ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ദ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഓർഡർഡ് പെയർ എ കോമ എഫ് ഓഫ് എ. നമുക്ക് പ്രൊസീജിയറായിട്ട് ചെയ്യാനുള്ളത്: ഒരു കർവ് വരയ്ക്കുന്നു, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ, ഒരു സ്ലൈഡർ വിത്ത് ഇൻക്രിമെൻറ്റ് 0.01, പ്ലോട്ട് ദ പോയിന്റ്സ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ആൻഡ് ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ് എ ബി ബി സി ആൻഡ് ഷോ ദ കോർഡിനേറ്റ്സ് എ ബി ആൻഡ് സി. കൂടാതെ ഇത് വെച്ച് കാണാനുള്ളത് 2.3 സ്ക്വയർ -1.8 സ്ക്വയർ, ഇങ്ങനെയുള്ള ഏതാനും കാര്യങ്ങൾ. നമുക്ക് ആദ്യം തന്നെ പുതിയൊരു ജിയോജിബ്ര ഇൻ്റർഫേസ് എടുക്കുന്നു. അതിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ സൂചിപ്പിച്ചു, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിന് നാം ആദ്യം വരയ്ക്കുന്ന കർവ് എല്ലായ്പ്പോഴും എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് അടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ് സ്ക്വയർ എന്ന് അടിച്ച് എൻ്റർ ചെയ്താൽ നമുക്ക് ആ കർവ് കിട്ടി. ഇനി അതിൻ്റെ ഓൾജിബ്രയ്ക്ക് വി നമുക്ക് ഇവിടെ കാണാം, ജിയോമെട്രിക് വി ഇപ്പുറത്തും കാണാം ഗ്രാഫിക്സിൽ. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ വായിച്ചു, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. ആ സ്ലൈഡറിന് 0.01 ആണ് ഇൻക്രിമെൻറ്റ് കൊടുക്കാനുള്ളത്. അപ്പോൾ 0.1 കൊടുത്തു, അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ക്യാപിറ്റൽ എ ഈക്വൽ ടു പോയിൻറ്റ് ഓർഡേർഡ് പെയർ എ കോമ 0, സ്മോൾ എ കോമ 0. എൻ്റർ അടിച്ചാൽ നമുക്ക് പോയിൻ്റ് കിട്ടി. ഇനി അടുത്ത ക്യാപിറ്റൽ ബി എന്നുള്ള പോയിൻ്റാണ്. ക്യാപിറ്റൽ ബി ഈക്വൽ ടു എ കോമ എഫ് ഓഫ് എ, എ കോമ എഫ് ഓഫ് എ. എൻ്റർ അടിച്ചാൽ നമുക്ക് എഫ് ഓഫ് എയും കിട്ടി. അതിനൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറച്ച് നീങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ബി നമുക്ക് കാണാത്തത്. ഇനി നമുക്ക് അടുത്തത് ക്യാപിറ്റൽ സി, കോർഡിനേറ്റ്സ് ആണ്. സി ഈക്വൽ ടു 0.0 എഫ് ഓഫ് എ, 0 കോമ എഫ് ഓഫ് എ. അപ്പോൾ നമുക്ക് സി എന്ന പോയിന്റ് കൂടി കിട്ടി. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ലൈൻ സെഗ്മെൻറ്റിൽ, അതായത് ലൈൻ സെഗ്മെൻറ്റ് ടൂളിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ലൈൻ സെഗ്മെൻറ്റ് ടൂളിൽ നിന്ന് നമ്മൾ എ ബി എന്ന ലൈനും തുടർന്ന് ബിയിൽ നിന്ന് ടച്ച് ചെയ്ത് സിയിലേക്ക് എത്തിയിട്ട് വീണ്ടും ഒരു ബി സി എന്ന ലൈനും കൂടി മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അതിനോട് പേരൊക്കെ വരും. എ ബി എന്ന് പറഞ്ഞാൽ ജി ആണ്, ബി സി എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. അതിൻ്റെ ലെങ്ത് ഒക്കെ വരും, നമുക്കിവിടെ ആവശ്യമില്ല. കൂടാതെ എയുടെയും ബിയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് കാണാനുണ്ട്. അതിനുവേണ്ടി നാം ചെയ്യുന്നത്, എയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതിൽ ബേസിക്, അതിൽ തന്നെ ബേസിക്കിലാണ് വന്ന് കിടക്കുന്നത് നെയിം ആൻഡ് വാല്യൂ. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി അടുത്തും ബിയിൽ ടച്ച് ചെയ്താൽ മതി, നമുക്ക് അതേ കാര്യം തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നെയിം ആൻഡ് വാല്യൂ. ഇനി സിയിൽ ടച്ച് ചെയ്യുന്നു, സിയുടെ നെയിം ആൻഡ് വാല്യൂ. ഇപ്പോൾ പലപ്പോഴും സി ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, എ ഇങ്ങോട്ട് മാറ്റാം, ബി ഒന്ന് സൈഡിലേക്കും മാറ്റാം. ഇത്രയാണ് ഇതിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇനി കൂടാതെ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് എയ്ക്കും എഫിനും ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആ എഫ് എന്നുള്ളതാണ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുക്കേണ്ടത്, കാരണം എഫ് ആണ് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. നമുക്കിതിന് ഇത്ര ലെങ്ത് ആവശ്യമില്ല. അപ്പോൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റാം, 20 വേണ്ട, നമുക്കൊരു 10 എല്ലാം മതിയായിരിക്കും. കൂടാതെ ഇതേപോലെ തന്നെ ഇനി അടുത്തതും ഇതുപോലെ എ എന്ന സ്ലൈഡറിനും ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. എയുടെ വാല്യൂ ഇവിടെ നോക്കിയാൽ അറിയാം 1.55 ആണ്. അപ്പോൾ നമുക്കിവിടെ എ കൊടുത്ത് ലിങ്ക് ഒബ്ജക്റ്റ്
1.55. അതും അതെ, ഇത്ര ചെറിയൊരു നമ്പർ മാത്രമേ നമുക്കവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് സ്റ്റൈലിൽ പോയിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് സ്റ്റൈലിൽ പോയിട്ട് നമുക്ക് 20യുടെ ലെങ്ത് ഒന്ന് കുറച്ച് 10 ആക്കി മാറ്റുന്നു. ഇനി അത് ഇപ്പോൾ തന്നെയാണെങ്കിൽ നമുക്കൊന്ന് മാറ്റാം, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് ഈ എ എന്ന സ്ലൈഡറിന് ഒരു അനിമേഷൻ കൊടുത്താൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിവിടെ ആവശ്യം ഇതിലെ എയിം പറയുന്നത് ഒന്നും കൂടി ഒന്ന് വായിക്കാം. എന്താണ് എയിം? അതായത് ഇവിടെ എയിം എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എഫ് ഓഫ് എ എന്ന ഒരു പോയിന്റ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഫ് ഓഫ് എ ആയിട്ടായിരിക്കും വൈ കോർഡിനേറ്റ് വരുന്നത്. അപ്പോൾ എ എന്ന പോയിന്റ് ഇവിടെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. അപ്പോൾ എ എന്ന പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് കിട്ടുകയാണെങ്കിൽ എഫ് ഓഫ് എ എന്നുള്ളത് അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ കർവ് പ്രകാരം. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ ചെയ്യാനുള്ളത് ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. നമുക്ക് വേണ്ട ചോദ്യങ്ങൾ ഈ സെറ്റിൽ പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2.3 സ്ക്വയർ ആണ്. 2.3. അപ്പോൾ 2.3 സ്ക്വയർ കാണുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ സ്ക്വയർ കൃത്യമായിട്ട് അറിയുന്ന സ്ക്വയർ ഒന്ന് നോക്കാം. നമുക്ക് 2ൻ്റെ സ്ക്വയർ ഒന്ന് ചെക്ക് ചെയ്താം. 2ൻ്റെ സ്ക്വയർ നോക്കുമ്പോൾ അറിയാം 2 എന്നുള്ളത് എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്, 4 ആണ്. അപ്പോൾ 2.3യുടെ സ്ക്വയർ കാണാൻ നാം ഇവിടെ 2.3 കൊടുത്താൽ മതിയായിരിക്കും. 2.3യുടെ സ്ക്വയർ നമുക്കറിയാം. 2.3യുടെ സ്ക്വയർ 5.29. അപ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇതിൽ കാണുന്ന 2.3യുടെ സ്ക്വയർ. ഇനി -1.8 ഇതേപോലെ ഇവിടെ -1.8 കൊടുത്താൽ മതിയായിരിക്കും. 1.8ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. 1.8ൻ്റെ സ്ക്വയർ 3.24. ഇനി ഇതേപോലെ തന്നെ 0.9ഉം അതുപോലെ തന്നെ 2.9ഉം എല്ലാം കൊടുത്താൽ ഇതേ കർവ് നമുക്ക് ലഭിക്കും. ഇതാണ് ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത്. ഇനി രണ്ടാമത്തത് ഇത് ആക്ടിവിറ്റി 1.2 ആയിട്ട് സേവ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്നർത്ഥം. ഇനി അടുത്ത കേസിൽ നമുക്ക് വേണ്ടത് 3⁻⁴ എന്നതിൻ്റെ വാല്യൂ കാണാനാണ്. 3⁻⁴ വാല്യൂ കാണാൻ നമുക്കിവിടെ ജനറലായിട്ട് കർവിൻ്റെ ഇക്വേഷൻ ഒന്ന് മാറ്റേണ്ടതുണ്ട്. x⁻⁴. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് ഈ 1/3 കൊടുക്കുന്നേക്കാൾ നമുക്ക് കുറച്ച് നല്ലത് 3⁻⁴ കാണുന്നതിന് പകരം, അതായത് 3⁻⁴ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 3യുടെ അവിടെ എക്സ് കൊടുക്കണം അല്ലെങ്കിൽ 1/3യുടെ അവിടെ എക്സ് കൊടുക്കണം. നമുക്ക് കുറച്ചും കൂടി നല്ലത് 3x കൊടുത്ത് എക്സിൻ്റെ അവിടെ 1/3 കൊടുക്കുകയായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൽ തന്നെ ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് കർവ് 3x, കർവിൻ്റെ പേരൊന്ന് മാറ്റുകയാണ്. 3x 3x 3xൻ്റെ കർവാണ് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത്. 3x. ഇനി ഇത് അടിച്ചാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഓൾജിബ്രൈക്ക് വ്യൂവിൽ നോക്കിയാൽ ആ കർവ് അതുപോലെ കാണാം 3x. കാരണം 3xൻ്റെ കർവ് നമുക്ക് എല്ലായ്പ്പോഴും അറിഞ്ഞു എന്ന് വരില്ല, പക്ഷേ ഓൾജിബ്രൈക്ക് വ്യൂവിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ 3x 3xൽ എക്സിൻ്റെ വാല്യൂ 1/3 കൊടുത്താൽ മതിയായിരിക്കും. 1/3. അപ്പോൾ 1/3 കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. 1/3 കൊടുത്താൽ കിട്ടുന്ന വാല്യൂ 1.44. നമുക്കത് ഏതാനും പോയിന്റ് വെച്ച് ഒന്ന് റൗണ്ട് ചെയ്യാം. റൗണ്ടിങ് ടു 3 ഡെസിമൽ അല്ലെങ്കിൽ 4 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.333 എന്നതിൻ്റെ, അതായത് 3⁻⁴ ചെയ്താൽ കിട്ടുന്നത് 1.442. ഇനി ഇതേ രീതിയിൽ തന്നെ √1.8 അടുത്ത് നമുക്ക് കാണാൻ പറഞ്ഞിരുന്നത് √1.8 ആണ്. അപ്പോൾ √1.8 കാണാൻ നമ്മൾ ചെയ്യാനുള്ളത് 1.8x 1.8x ഇവിടെ 3 ഒന്ന് മാറ്റിയാൽ മതിയായിരിക്കും. 1.8x 1.8x. അപ്പോൾ 1.8x ഇവിടെ കിട്ടി. ഓൾജിബ്രൈ വ്യൂയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ √1.8 എന്നാണെങ്കിൽ എയുടെ വാല്യൂ എന്ത് കൊടുത്താൽ മതിയായിരിക്കും? 1/2 എന്ന് കൊടുത്താൽ മതിയായിരിക്കും. 1/2ന് നമുക്ക് കുറച്ചും കൂടി നല്ലത് അടിക്കാൻ എളുപ്പം 0.5. അപ്പോൾ നമുക്ക് അടുത്ത വാല്യൂ കിട്ടി 1.3416. ഇനി ഇതുപോലെ 2⁻2/3 ആണ് അടുത്ത വാല്യൂ. 2⁻2/3. അപ്പോൾ 2⁻2/3 കാണാൻ 2x ഇവിടെ 1.8 ഉണ്ട്. 2x ആക്കിയിട്ട് 2x കൊടുത്തതിന് ശേഷം അതിനൊന്ന് എൻ്റർ അടിച്ചാൽ ആ കർവ് കിട്ടി. ഇത് റൈറ്റ്. 2x
ഇവിടെ എയുടെ വാല്യൂ 2/3 കൊടുത്താൽ മതിയായിരിക്കും. 2/3 കൊടുത്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് ആ കർവ് കിട്ടി. അപ്പോഴും അത് 1.5874 അടുത്ത വാല്യൂ. ഇതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്, ഈ കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടതാണ്. ദെൻ അടുത്തത് √5 എന്ന് പറഞ്ഞാൽ √x-ൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചാൽ മതി. √x എന്ന് പറഞ്ഞാൽ SQRTX സ്ക്വയർ റൂട്ട് എക്സ്. ഈ സ്ക്വയർ റൂട്ട് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് √5 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ SQRT 5, അപ്പോൾ സ്ക്വയർ റൂട്ട് 5 ആയി. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് 1.4953. ഇനി ഇതേപോലെ ഒരു ചോദ്യം കൂടിയാണ് ഈ സെറ്റിൽ ബാക്കിയുള്ളത്. 3.46 raised to -3/2. അതായത് കർവിൻ്റെ പേര് 3.4. ഇവിടെ കർവ് ഒന്ന് മാറ്റിയാണ്. എഫ് ആണ് നമ്മുടെ കർവ്. എഫ് എന്നുള്ളത് 3.46 raised to x. റേസ് ടു അടിക്കാൻ 6ൻ്റെ മുകളിലുള്ളത് എൻ്റർ അടിച്ചാൽ മതി. ഇനി അവിടെ വേണ്ടത് -3/2 കൊടുത്താൽ മതിയായിരിക്കും. -3/2 എൻ്റർ അടിച്ചാൽ നമുക്ക് വാല്യൂ കിട്ടി 1.554. ഈ ഭാഗമാണ്, ഇത്രയാണ് ഈ മാനുവലിലെ രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളിവിടെ. ചേഞ്ച് ദ ഫംഗ്ഷൻ ടു f of x 1/x ആൻഡ് ഒബ്സർവ് ദ പോയിന്റ് c moves as the point a approaches to the origin from either side. അത്തരം കാര്യങ്ങളും അത് കൃത്യമായിട്ട് അതൊന്ന് അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം. പിന്നെ റെക്കോർഡിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നാം ചെയ്തതാണ്. അതായത് ഇവിടെ പറഞ്ഞത് as the point capital A approaches to 0+, the point C tends to +infinity, and the point capital A approaches to 0-, the point C tends to -infinity. അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. ഇനി നമുക്കിവിടെ കാണാനുള്ളത്, ലാബ് മാനുവൽ പ്രകാരം കാണാനുള്ളത് √2ൻ്റെ വാല്യൂ, √1.8ൻ്റെ വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇപ്പോൾ ഇതിൽ തന്നെ ഈ ലാബ് മാനുവലിൽ പറയുന്നതിൻ്റെ അപ്പുറമുള്ള ഏതെങ്കിലും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എങ്കിൽ അതും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ലാബ് മാനുവലിൽ പറയുന്ന നമ്മളെ ചോദ്യങ്ങൾ ഏതായിരുന്നു? 3/1/3 ആയിരുന്നു. നമുക്ക് 3/1/3ക്ക് പകരം 3യുടെ പവർ ഒരു 1.5 1.8 വന്നാലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു 3.12 വേണമെങ്കിൽ കാണാം. 3.12. അപ്പോൾ 3.12 കാണാൻ നമ്മൾ ചെയ്യേണ്ടത് 3/1.2 കാണാൻ 3x കാണുന്നു. 3x ഇതാ 3x കിട്ടി. 3xൽ എക്സിന് 1.2 കൊടുത്താൽ നമുക്ക് കിട്ടിയ വാല്യൂ 3.7372. ഇനി 1.2ന് പകരം 1.3 കൊടുത്താൽ മറ്റൊരു ആൻസർ കിട്ടി. ഇനി 1.4 കൊടുത്താൽ മറ്റൊരു ആൻസർ കിട്ടി. അതായത് 4.6555. ഇത്തരം രീതിയിൽ നമുക്ക് വാല്യൂ കാണാം. ഇനി 3xന് പകരം 2x ആണെങ്കിൽ നമ്മൾ കണ്ടതാണെന്ന് തോന്നുന്നു. 2x നമ്മൾ കണ്ടതാണ്. 2x അല്ല, 3x ആണ് കണ്ടതല്ലേ. ഇനി നമുക്ക് അടുത്തത് വേണമെങ്കിൽ 2x കാണാം, അല്ലെങ്കിൽ 4x ആയിക്കോട്ടെ. 4x കണ്ടിട്ട് 4ൻ്റെ വാല്യൂ 1.4 കണ്ട ആൻസറായി. ഇനി 1.4ന് പകരം 1.2 കണ്ടാൽ മറ്റൊരു ആൻസറായി. അതാ 5.278. ഇതേ രീതിയിൽ ഏത് ക്വസ്റ്റ്യനും കാണാവുന്നതേ ഉള്ളൂ. ഇനി ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to √x ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. √2 കാണാൻ, ഇപ്പോൾ √2 കാണാൻ നമുക്ക് ചെയ്യേണ്ടത് SQRTX സ്ക്വയർ റൂട്ട് എക്സ്. ഇപ്പോൾ സ്ക്വയർ റൂട്ട് എക്സ് ആയി. ഇനി നമുക്കിവിടെ കാണാനുള്ള ചോദ്യം √2 ആണ്. അപ്പോൾ √2 കാണാൻ ഇവിടെ കൊടുത്താൽ മതിയായിരിക്കും, 2 കൊടുത്താൽ മതി. അപ്പോൾ √2ൻ്റെ വാല്യൂ 1.4142. ഇനി
2ന് പകരം √7 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. 2.2361. ഇനി 5 ഇവിടെ 5 ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കിവിടെ അതിൻ്റെ മാക്സിമം മിനിമം 5 വരെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് 7 വരാത്തത്. നമുക്കിവിടെ 10 മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് 10 വരെ കിട്ടും. ഇപ്പോൾ √7, നേരത്തെ √5 ആണ് നമുക്ക് കിട്ടിയത്, ശ്രദ്ധിക്കണം. √7 കാണാൻ ഇപ്പോൾ √7 ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് √7ന് പകരം കൃത്യമായിട്ട് അറിയാവുന്ന വാല്യൂ ആണ് √4. √4 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 2 കിട്ടി. ഇതേ രീതിയിലാണ് ഈ ലാബ് 1ൽ വരുന്നത്. ഇനി 1/x അങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ കൊടുത്താലും നമുക്ക് കാണാം √1.8 അല്ലെങ്കിൽ 1/x, 2/3 ഏത് ഫംഗ്ഷനും ഇതേ രീതിയിൽ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ.